ഞാൻ ഈ ജവഹർലാലിലെ ഹൗസിംഗ് ബോർഡിൻ്റെ ഒരു പൊളിക്കാൻ പോകുന്നൊരു ബിൽഡിംഗ് ഉണ്ട് ജവഹർലാൽ ജംഗ്ഷനിൽ. അപ്പോൾ ഞാനൊരു ഓഫീസ് എടുക്കാൻ പറ്റുമെന്ന് അവിടെ പോയി നോക്കിയപ്പം ആ പൊളിഞ്ഞ് കിടക്കുന്ന കണ്ടം ചെയ്ത് തകർക്കാൻ പോകുന്ന ബിൽഡിങ്ങിൽ ഒരു ബാർബർ ഷോപ്പ് ഇട്ടേക്കുന്ന അവിടെ ചോദിച്ചാൽ എത്ര വാടകയെന്ന്. സാറേ 15,000 രൂപ വാടകയെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ കണ്ടം ചെയ്ത് പൊളിക്കാൻ പോകുന്ന ബിൽഡിങ്ങാണ്. ആ 15,000 രൂപ MLA ഓഫീസിൽ വാങ്ങിക്കണമെന്ന് പറയത്തില്ല, പക്ഷേ 800 രൂപ വാങ്ങിക്കാൻ പാടില്ല. ഇതൊക്കെ പറയുമ്പം ഈ കാവിപ്പട്ടം സംഘിപ്പട്ടം ചാർത്തുന്നത് കൊണ്ടൊന്നും കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നിലപാട് വിശാദിഷ്ടോടെ പറയാൻ തന്നെയാണ് കോൺഗ്രസിനെ UDF വിജയിപ്പിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ നമ്മുടെ നിലപാട് പ്രശാന്തിൻ്റെ 31, 32 റൂമിലേക്ക് അദ്ദേഹം എന്തുകൊണ്ട് പോകുന്നില്ല? നിങ്ങൾ അന്വേഷിച്ചു നോക്കും വേറെ ആരെങ്കിലും അവിടെ താമസം. ഞാൻ ആർ ശ്രീലേഖ പറഞ്ഞൊന്നും വിഷയമല്ല. ഇപ്പോൾ ഒരു വിഷയം ഇങ്ങനെ വരുമ്പോൾ ഇനി കോർപ്പറേഷൻ നഗരസഭ കണ്ടിന്യൂ ചെയ്യട്ടെ. പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇത്രയും നല്ല ഓഫീസ് മുറി അവിടെ ഉള്ളപ്പോൾ ആക്സസിബിൾ ആയിട്ട് ഓഫീസ് മുറി അദ്ദേഹം അങ്ങോട്ട് മാറി വിഷയം അങ്ങ് തീർക്കട്ടെ. ഈ 31, 32 മാറാൻ വല്ല ഭയം അദ്ദേഹത്തിനുണ്ടോ? നിങ്ങൾ കൗൺസിലർമാർക്ക് പ്രവർത്താനുള്ള സൗകര്യം അതിപ്പോൾ ശാസ്താംകോട്ട കൗൺസിലർ BJP ആണെങ്കിലും LDF ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഈ 101 കൗൺസിലേഴ്സിനും പ്രവർത്തിക്കാനുള്ള സ്പേസ് കോർപ്പറേഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ അത് കൗൺസിലേഴ്സിന് കൊടുക്കണമെന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള നിലപാടാണ്. ഇത് BJPയോ CPM ഒന്നും അല്ല. അത് സോഷ്യൽ മീഡിയയിൽ കൂടി ഇങ്ങനെ പറയുന്നതിൻ്റെ വേറെ അസുഖമാണ്. അങ്ങനെ അസുഖം കാണിച്ച് തന്നെയാണ് ഇവിടെ ഈ ഭരണം BJPക്ക് CPMകാർ കൊടുത്തത്. അപ്പോൾ നിലപാട് കറക്റ്റാണ്. ഈ വിഷയത്തിൽ കൗൺസിലേഴ്സിനുള്ള സ്പേസ് കൗൺസിലേഴ്സിന് കൊടുക്കുക. MLA എന്തുകൊണ്ട് 31, 32 നിള നമ്പർ റൂം ഉപയോഗിക്കുന്നില്ല? മറുപടി പറയട്ടെ.